ധന്യനായ കർത്താവിന്റെ മഹത്വം. എല്ലാവർക്കും പ്രഭാതവന്ദനം. മത്തായി സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ സന്തോഷിച്ചു. കിഴക്കുദേശത്തെ വിദ്വാൻമാർ ക്രിസ്താവിന്റെ അല്ലെ യഹൂദന്മാരുടെ രാജാവിന്റെ ജനനം ആകാശത്തിൽ വാനനിരീക്ഷകരായിരിക്കുന്ന ഇവർ ആകാശത്തിൽ ഒരു പ്രത്യേക നക്ഷത്രം കണ്ട് ആ നക്ഷത്രത്തിന്റെ അർത്ഥം വ്യാഖ്യാനം അവർ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു മനസ്സിലാക്കി, യഹൂദന്മാർക്ക് ഒരു രാജാവ് അല്ലെങ്കിൽ ലോകത്തിലേക്ക് ഒരു രക്ഷകന്റെ അവതാരം, രക്ഷിപ്പാൻ കഴിയുന്ന എന്തോ ഒരു വലിയ അവതാരം ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നു, അത് യഹൂദന്മാരുടെ ഇടയിൽ തന്നെ ആയിരിക്കും എന്നുള്ളതിന് ഒരറിവ് അവരുടെ ഹൃദയത്തിലേക്ക് വരികയും അവർ വേഗത്തിൽ ആ ദേശം നോക്കി ഈ കുഞ്ഞിനെ നമസ്കരിക്കുവാനായി കടന്നു വരുന്ന ഒരു പ്രത്യേക കാഴ്ച നമുക്ക് കാണുവാനായി കഴിയുന്നു. അപ്പോൾ നക്ഷത്രം കണ്ട് സന്തോഷിക്കുന്ന, അതുവരെയും ഇരുളിലിരുന്ന ലോകത്തിലേക്ക്, ഭൂമിയിലേക്ക് ഒരു നക്ഷത്രത്തിന്റെ പ്രകാശം വരുത്തിയ തേജസ്സും സന്തോഷവും ഹൃദയ സന്തോഷവും വളരെ വലുതായിരുന്നു. ആ നക്ഷത്രത്തിന്റെ പിറവിയിൽ ഒരു വലിയ നക്ഷത്രം യഹൂദയുടെ മേൽ ഉദിച്ചുയർന്നതായി നമുക്ക് കാണുവാൻ, യഹൂദയുടെ മേൽ മാത്രമല്ല, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ തികവിന്റെ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഉയർന്ന ഒരു നക്ഷത്രം ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ അതിന്റെ നിഴലായി ഉയരങ്ങളിലും തേജോരൂപിയായ ഒരു നക്ഷത്രം വെളിപ്പെട്ടു. ഈ നക്ഷത്രത്തിന്റെ അർത്ഥം കണ്ടതിന്റെ പിന്നാലെ തിരിക്കുന്ന വിദ്വാൻമാരെ നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയും. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യത്തിൽ വീണ്ടും സന്തോഷം വരുത്തുന്ന ഒരു ദൈവപ്രവൃത്തി അവിടെ കാണുന്നു. എലിയാ പ്രവാചകൻ ബാൽ വിഗ്രഹങ്ങളെ തച്ചുടിച്ച് ബാലിന്റെ പ്രവാചകന്മാരെ തകർക്കുവാനായി, അല്ലെങ്കിൽ ദേശത്തിന്മേൽ രാജ്യത്തിന്മേൽ കിടക്കുന്ന എല്ലാ ദൈവിക ശാപങ്ങളെയും നീക്കുവാനായി ശക്തിയോടെ എഴുന്നേറ്റ് വരുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിൽ തന്റെ ശിഷ്യനെ കടലിന്റെ നേരെ നോക്കുവാൻ അയക്കുന്ന ഒരു പ്രത്യേക സ്ഥലം. നീ കടലിന്റെ നേരെ പോയി നോക്കുക, എന്തെങ്കിലും നീ കാണുന്നുണ്ടോ? 1, 2, 3, 4, 5, 6 പ്രാവശ്യം അവനൊന്നും കണ്ടില്ലെങ്കിലും 7-ാം പ്രാവശ്യം അവൻ കടന്നു ചെല്ലുമ്പോൾ പ്രവാചകൻ വീണ്ടും വിശ്വാസത്തോട് പറയുകയാണ്, നീ വീണ്ടും പോയി നോക്കുക. ഈ യൗവനക്കാരൻ പോയി നോക്കുന്നുണ്ട്, വീണ്ടും പോയി നോക്കി, അവസാനം കൈപ്പത്തി പോലെ ഒന്ന് കണ്ടു. അപ്പോൾ പ്രവാചകന് മനസ്സിലായി, ഈ കൈപ്പത്തി ഈ രാജ്യത്തെ മുഴുവൻ മൂടുവാൻ കഴിയുന്ന വലിയൊരു കാർമേഘമായി ഉയർന്നു വന്ന് 3.5 വർഷക്കാലമായി വരൾച്ച അനുഭവിക്കുന്ന ഈ വരൾച്ചയ്ക്കൊരു പരിഹാരം വരുത്തുവാനുള്ള ഒരു വൻമഴയായി തീരുമെന്ന് ആത്മാവിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഒരു കൈപ്പത്തി പോലെ ഉള്ളത് മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. ഒരു വൻമഴ നിന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം നിന്റെ മേൽ ദൈവം പകരുവാൻ പോകുന്നു. ദൈവം നമ്മളെ വചനങ്ങളാൽ